സുഹൃത്തുക്കളെ, നമ്മളിന്ന് തൃശ്ശൂർ റൗണ്ടിൽ ബോൺനതാല് കാണാൻ വന്നേക്കാണ്. ബോൺനതാല് തൃശ്ശൂർ പുലിക്കളി കഴിഞ്ഞാൽ ഏറ്റധികം ആൾക്കാർ ഒത്തുകൂടുന്ന ഒരു ഘോഷയാത്രയാണ്. വേണ്ട സാന്താക്രൂസ് പറക്കണ വേണ്ട ഡ്രോൺ സാന്താക്രൂസ് ആണത്. സ്പെഷ്യലാണ് ഈ കൊല്ലത്തെ സ്പെഷ്യൽ. എല്ലാവരും 5:30 തന്നെ എത്തിയിട്ടുണ്ട്. 5:30 പോകുന്നത്. അല്ല സ്റ്റാർട്ട് ചെയ്തില്ല ഈ പ്രാവശ്യം. ഇതിങ്ങനെ പോയി ഒരു 8 മണി 8:30 9 മണി വരെ ഉണ്ടാവും. ഇതവിടെ വണ്ടിയിൽ കയറ്റി വെച്ചുകൊണ്ടാ ഡ്രോൺ സാന്താക്രൂസിനെ. ഇടയ്ക്ക് വണ്ടി നിർത്തി ഈ വണ്ടി പേടക്കടക്കം ആളെ പറപ്പിക്കും. അപ്പം അങ്ങനെ ഫസ്റ്റത്തെ ടാബ്ലോ ആണ് ഈ കടന്നു പോയത്, പറക്കുന്ന സാന്താക്രൂസ്. പിന്നെ ഇങ്ങനെ ഓരോ ഇടവകകളുടെ ടാബ്ലോവും അതുപോലെ തന്നെ സാന്തകളുടെ ഘോഷയാത്രയും 18,000 സംതിങ് സാന്താക്രൂസുകളുടെ റെക്കോർഡുണ്ട് തൃശ്ശൂരിന്. ഈ കൊല്ലം അത്ര ഇല്ലയെന്ന് തോന്നുന്നു. അതായത് 2 കൊല്ലം 3 കൊല്ലം മുമ്പ് ആണ് വന്നത് അത്ര അധികം ആൾക്കാർ. അത് ഗിന്നസ് വേൾഡ് റെക്കോർഡാണ്. റെയിൻഡിയറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ട്രീ ഇതാ ഒരു ടാബ്ലോ കണ്ടില്ലേ, ഫിൻലാൻഡിലെത്തിയ പോലെ. ഫിൻലാൻഡിലെ സാന്താക്രൂസിൻ്റെ ഒരു വീട് ആണെന്ന് തോന്നുന്നു ടാബ്ലോ ആയിട്ടുണ്ടാക്കിയിട്ടുള്ളത്. അതൊന്നുകൂടി വൈകുന്നേരം ആയപ്പോഴേ രസമായി. അത് ഏകദേശം ഒരു സമയം ഒരു 6 മണി കഴിഞ്ഞു, ഇരുട്ടായി ഒടുങ്ങി. ആളുകൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പരിപാടി കാണാൻ വേണ്ടി. ജോലി കഴിഞ്ഞവരും വർക്ക് കഴിഞ്ഞ് പോകുന്നവരും ഇതിനു വേണ്ടി ഒരുങ്ങി വന്നവരും കാണാനുള്ളവരും. ഇടയ്ക്കിടയ്ക്ക് സാന്താക്രൂസുകളുടെ ഡാൻസ് ഉണ്ടാവും. മദർ തെരേസയുടെ ഒരു ടാബ്ലോ വരുന്നുണ്ട്. നിങ്ങളുടെ കാഴ്ച ഏറ്റവും മികച്ചുള്ളതാക്കാൻ മികച്ചതാക്കാൻ വേണ്ടി റൗണ്ടിലേക്ക് വീണ്ടും പ്രമാണങ്ങളിലേക്ക് വന്നേക്കാം. കഴിവതും വളരെയേറെ പോലീസിലേക്ക് വളരെ വാക്കുകളും വളരെയേറെ പരിമിതികളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തീർച്ചയായും കാണാൻ പോകുന്ന സുഹൃത്തിന് ഇനിയും ദൃശ്യം മികവേറിയതാണ് എന്ന ബോധത്തോടുകൂടി തന്നെ പല ഇടവകളിൽ നിന്ന് വന്നിട്ടുള്ള സാന്തകള് സാന്താക്രൂസിന്റെ വേഷമിട്ട് ഡാൻസും നല്ല ഉഷാറായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. പരിപാടിയുടെ ഒരു എനർജി തന്നെ ഈ സാന്താക്രൂസുകളുടെ ഒരു ഉഷാറാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ക്രമീകരണം ഒരുക്കുന്നതിൽ കാണികൾക്കുള്ള പങ്ക് വലുതാണ്, നിസ്തുലമാണ്. ദയവായി വളണ്ടിയേഴ്സ് പ്രത്യേകം ഇക്കാര്യം ശ്രദ്ധിക്കണം. ഇരുവശങ്ങളിലുള്ള കാണികളെ നിർഭരമായി സമൂഹത്തെ നോക്കിയാണ്. ഒരു കുട്ടി സാന്താക്രൂസ് കണ്ട ചേട്ടൻ്റെ കയ്യിൽ ഇതോടൊപ്പം തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ അതിരൂപതയിലെ ഏതാണ്ട് 130ഓളം അച്ഛന്മാരൊക്കെ നല്ല ഉഷാറായിട്ടാണ് എൻ്റെ ലീഡർഷിപ്പ് പോർഷനിൽ നിൽക്കുന്നത്. പിന്നീടുള്ള എല്ലാ വർഷങ്ങളിലും ലൈറ്റ് കത്തിച്ചിട്ടുള്ള വേഷിട്ടിട്ടുള്ള LED സാന്താക്രൂസ് കിട്ടും. എക്കാലത്തും വിജയിച്ചിട്ടുണ്ട്. ആത്മസംതൃപ്തിയോടെ ആത്മാഭിമാനത്തോടെ വിജയിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറെ വർഷക്കാലങ്ങളായി തൃശ്ശൂരിന്റെ നഗരത്തിൽ തൃശ്ശൂർ പൂരത്തിന് നാലാം പൂരത്തിന് പുലിയിറങ്ങുന്നത് പോലെ തന്നെ ക്രിസ്മസ്
കഴിഞ്ഞ രണ്ടാം നാൾ 27 തൃശ്ശൂർ ഈ പരിപാടി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 12-13 കൊല്ലമായിട്ട്. നാട് ഭരിക്കുന്ന പക്ഷെ സത്യം പറയാലോ, ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടിക്ക് വരണത്. നാം എല്ലാം കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ പലപ്പോഴായിട്ട് വരണമെന്ന് വിചാരിക്കും, പക്ഷെ പറ്റാറില്ല. യാതൊരുവിധ ഈ കൊല്ലം ഫസ്റ്റ് ടൈമാണ് തന്നെ ഈ പരിപാടി കാണുന്നത്. അധികാരികളുടെ കാര്യമാത്ര പ്രസക്തമായ ഇതിപ്പോൾ തൃശ്ശൂർ മാത്രമല്ല പല ജില്ലകളിലും ഉണ്ടെന്ന് തോന്നുന്നു. തിരുവനന്തപുരം അങ്ങനെ 1-2 ജില്ലകളിലൊക്കെ ഉണ്ട്. ഈ പരിപാടി ജനകീയമാക്കിയതിന്റെ ഈ പരിപാടി ഹൃദയത്തിലേക്കിയതിന്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള തെളിവാണ്. ആ ഒരു അച്ചടക്കവും ആ ഒരു സ്വീകാര്യതയും ഈ വർഷവും തുടർ വർഷങ്ങളിൽ നമുക്ക് ഉണ്ടാകണമെന്ന അഭ്യർത്ഥന പൂർണ്ണകാല കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങളോട് ഓരോരുത്തരോടും ഏറ്റവും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ VIP നിര ഈ ബോണ്ടതാലയുടെ ഉള്ളിലൊക്കെയുണ്ട്. ബഹുമാനായിട്ടുള്ള അടുത്തൊരു പ്ലോട്ട് വരുന്നുണ്ട്. ദാവീദ് ഗോലിയാത്തുമാണ് ഈ ടാബ്ലോയിൽ കേട്ടോ. അച്ഛന്മാരൊക്കെ നല്ല ഉഷാറായിട്ട് കാണാം കേട്ടോ. ആൾക്കാരൊക്കെ സൈഡിലേക്ക് ഒതുക്കാൻ പറയണം അച്ഛൻ. ആൾക്കാർ കാണികൾ ഇങ്ങനെ കയറി കയറി വരണേ. അപ്പോൾ നടക്കാനുള്ള സ്പേസ് കുറയാണ് സാന്താളിൽ. അപ്പോൾ 2 സൈഡിലുള്ള വോളണ്ടിയേഴ്സിനോട് അങ്ങോട്ട് ആൾക്കാരങ്ങോട്ട് നീക്കി നിർത്താൻ പറയണം. ഇപ്പോൾ സ്വരാജ് ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്ലോട്ട് ഗോലിയാത്തിനെയും ദാവീദിനെയും പ്രതിനിധീകരിക്കുന്നു. ബലവാനായ ഗോലിയാത്തിന്റെ മുമ്പിൽ നിസാരനായ ദാവീദ് പഴയ നിയമത്തിലെ ഇത് കണ്ട പട്ടിക്കുട്ടി വരാവുന്നുണ്ട് ശാന്തമായിട്ട്. അടാ ഈ അച്ഛൻ നല്ല ഉഷാറാട്ടാ. അങ്ങോട്ട് നീക്കറാന്ന് പറഞ്ഞ ആൾക്കാരോടൊക്കെ ഉഷാറായിട്ട്. നോക്കണ്ട, ഒന്നും നോക്കണ്ട, 2 സൈഡിലേക്ക് ആൾക്കാരെ നീക്കി നിർത്താനാ പറയണേ വോളണ്ടിയേഴ്സിനോട്. സാധനങ്ങളൊക്കെ നല്ല ചൊടിയിൽ നിർത്തുന്നുണ്ട് അച്ഛൻ. ഇന്ന് സ്വരാജ് ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ അത് മറ്റൊരു ദൃശ്യമായി നമ്മൾ ഓരോരുത്തരും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസം കഴിയുമ്പോഴത്തോടും നമുക്ക് ചുറ്റുമുള്ള വെളിച്ചം മെല്ലെ മെല്ലെ മറയുമ്പോഴും ആഘോഷത്തിന്റെ തിരുനാളമായി ഡാൻസിംഗ് പപ്പമാർ ഒരുപക്ഷെ വെളിച്ചവുമായി പൂർണ്ണത്താലെ ഒരുപക്ഷെ ഒരേ മനസ്സോടെ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രത്തോളം ഇതിന്റെ ആവേശം ആഘോഷമായിട്ട് നിൽക്കുന്നത്. ടാബ്ലോ നല്ല അടിപൊളിയുണ്ട്. ഈ സമൂഹത്തിന്റെ ഇനി കണ്ടമാനം ടാബ്ലോസും ഇടവകളും വരാതിരിക്കണല്ലോട്ടാ. ചില ഇടവകൾ കടന്നുകൊണ്ട് ടാബ്ലോ ഇല്ലാത്ത ഇടവകൾ കടന്നുകൊണ്ട് പേരൊക്കെ പിടിച്ച് കണ്ട സാന്തകളുടെ ഡാൻസ് കണ്ട. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇൻ്റർവെല്ലിലും ഡാൻസ് ഉണ്ട്. കുട്ടി സാന്ത ഇറങ്ങിയിട്ട് നമ്മുടെ ടോണി നീലങ്കാവിൽ പിതാവ് ഉണ്ട് കേട്ടോ. അവിടെ ആള് എല്ലാവരും കാര്യങ്ങൾ അറേഞ്ച് ചെയ്തും അതുപോലെ തന്നെ ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തൊക്കെ ആള് ഘോഷയാത്രനെ കൂടുതൽ അടിപൊളിയാക്കുന്നുണ്ട്.
അപ്പോൾ അത് നല്ല ഉയരമുള്ള ഒരു സാന്ത. ഒരു ചേട്ടൻ അടിയിലിരുന്ന് മേലെ വെച്ചിട്ടുള്ള സാന്താനെ കൺട്രോൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ദയവായി ഇടയിൽ നിൽക്കേണ്ടതില്ല. ഷോർട്ട് മൂവിങ്ങിന്റെ ഒപ്പം തന്നെ നിങ്ങളും ദയവായി യൂസ് ചെയ്യേണ്ടതാണ്. കാണികൾ ഇരുവശങ്ങളിലേക്ക് പരമാവധി നിൽക്കണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. ഡാൻസിനുള്ള പാട്ട് ട്രൈ ചെയ്യുമ്പോൾ മാത്രമാണ് ഡാൻസ് കളിക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ള സമയത്ത് നോർമൽ ഫ്ലോ ആയി തന്നെ ഡാൻസിങ് പാപ്പമാർ ഫ്ലോട്ടിന് പുറകിൽ നീങ്ങണമെന്ന് വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുക. എണ്ണത്തിനനുസരിച്ച് ഇടവകളെ 5 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഇടവകളിലെ കുടുംബങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ ഇടവകയെയും വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓരോ ചാനലുകാർ. രാജ്യത്ത് തന്നെ, ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഏറ്റവും മനോഹരമായ ഒരു ക്രിസ്മസ് ഫെസ്റ്റ് ഏറ്റവും ആധികാരികതയോടുകൂടി തൃശ്ശൂർ അതിരൂപതയും തൃശ്ശൂർ കോർപ്പറേഷനും കൂടി സംഘടിപ്പിച്ചത് 2013 എളിയ രീതിയിൽ ആരംഭിച്ചെങ്കിലും 2014 18,000 മാസ്മരിക സംഖ്യയുമായി ഈ ലോകത്ത് ഇന്നേ വരെ നടന്ന ഏറ്റവും കൂടുതൽ ക്രിസ്മസ് സാന്റാക്ലോസ്മാർ അണിയിക്കുന്ന ക്രിസ്മസ് ഫെസ്റ്റായി പൂർണ്ണതായി 2014 മാറുകയായിരുന്നു. പ്രിയമുള്ളവരുടെ ആംബുലൻസ് ജില്ലാശുപത്രിയിലേക്ക് വരുന്നുണ്ട്. നിങ്ങളെ വരവേൽക്കുന്നത് ഏറ്റവും ദൃശ്യവിസ്മയം ഒരുക്കുന്ന കാഴ്ചകളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് വ്യത്യസ്തങ്ങളും അതിനേക്കാളെ പുതുമകളും നിങ്ങൾ തേടിയെത്തുകയാണ്. ഇത് വേറെ നമ്മുടെ മോശയ്ക്ക് 10 കൽപ്പനകൾ കിട്ടി മലയിന്ന് ഇറങ്ങി വരുന്ന സീനാണ്. ഇത് വീണ്ടും LED സാന്താക്ലോസുകൾ. സമ്മതിക്കണ ഇത്രയധികം ആൾക്കാരെ സംഘടിപ്പിച്ച് ഈ വേഷടിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരണ്ടേ അവരെ. ഇതിപ്പോൾ പകുതി തന്നെ ആയിട്ടില്ല കേട്ടാ. നമ്മൾ 1/4 പകുതി ഇതുവരെ കവർ ചെയ്തിട്ടില്ല. വളണ്ടിയേഴ്സൊക്കെ അടിപൊളിയാണ്. അതിൻ്റെ ഇവിടെ ആംബുലൻസ് കൊണ്ട് ആംബുലൻസിനെ വഴി കൊടുക്കുന്നുണ്ട് വളണ്ടിയേഴ്സ്. പിന്നെ വീണ്ടും ആൾക്കാർ അടുത്തടുത്ത് വരികയാണേ. അപ്പോൾ നടക്കാനുള്ള വഴി കുറയാണ്. വീണ്ടും വളണ്ടിയേഴ്സും നമ്മുടെ മറ്റേ അച്ഛനും ഇറങ്ങിയിട്ടുണ്ട് ആൾക്കാരെ ഒതുക്കാൻ. ഓടുന്നു സാന്താക്ലോസുകൾ ഓടുന്നു. ടൈമിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരി അറേഞ്ച് ചെയ്യാൻ. അടുത്ത ടാബ്ലോ വരുന്നുണ്ട്. 60 വരെ ഉണ്ട് ഇന്നത്തെ ഡാൻസിംഗ് പാപ്പാലായിട്ടുള്ളത്. 10,000-ലധികം വരുന്ന പാപ്പുകൾ നമുക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ അതിന്റെ പ്രായത്തിന്റെ അതിനേക്കാൾ ഉപരി പല കാറ്റഗറി ഗ്രൂപ്പുകളിലുള്ള പാപ്പന്മാർ വരുമ്പോഴും ആവേശത്തിന് ഒരേ കലമാണ്, ഒരേ നാമമാണ്, ഐക്യത്തിനും ഒരേ കരത്തിനെ പിടിച്ചുകൊണ്ട് തന്നെയാണ് മികവുറ്റ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട് തന്നെ ഒരിക്കൽ കൂടി പോകുന്ന തലയിലെത്തുമ്പോൾ ഏറ്റവും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏറ്റവും എനർജിയോടുകൂടി തന്നെ ഒട്ടും ആവേശത്തോടെ പാപ്പന്മാർ ഇതൊരു മതേതരത്വം കാണിക്കുന്ന ഒരു ടാബ്ലോണ്. വളരെ നന്നായിട്ടുണ്ട്. അടിച്ചുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഒരുപക്ഷെ കേരളത്തിന്റെ നാനാഭാഗത്തുള്ള 27 എന്നുള്ളൊരു ദിവസം എത്തുമ്പോൾ അത് ക്രിസ്മസ് ആഘോഷത്തിന്റെ ഏറ്റവും മികവുറ്റ കാഴ്ച നിങ്ങൾ കൂടി അതിന്റെ പങ്കാളികളാവണം, നിങ്ങൾ കൂടി അമ്മമാര് കൊണ്ടിട്ടാണ് ക്യാമോതിരൊക്കെ ഇട്ടിട്ട് അമ്മമാര് ചട്ടയും കൊണ്ടെടുത്തിട്ട് മണിക്കൂറോളം കാത്തു നിന്നുകൊണ്ട് തന്നെ ഇടയ്ക്ക് അവരുടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ആഘോഷയാത്ര ക്രിസ്മസ് ആഘോഷത്തിന് സ്വകാര്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും മികവുറ്റ കാഴ്ച നിങ്ങൾക്ക് കാണണം, നിങ്ങൾക്ക് ലഭിക്കണമെന്നുള്ള നിശ്ചയത്തോടു കൂടി തന്നെ ഇക്കാര്യത്തിന്റെ സാമൂഹ്യ മുഖം ആളുകൾക്കുള്ള തൊഴിൽ അച്ഛൻ വീണ്ടും ഉഷാർ. ഒരു സിസ്റ്റർ വന്നിട്ടാ. സിസ്റ്ററിനെ പലരും കണ്ടിട്ടുണ്ടാവും. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വ്ളോഗ് ചെയ്യുന്ന സിസ്റ്ററാണ്. സിസ്റ്ററിൻ്റെ വ്ളോഗ് ഞാൻ കണ്ടിട്ടുണ്ട്. ആളുടെ പേരെനിക്ക് ഓർമ്മയില്ല. സിസ്റ്റർ ബോണതല ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. ക്രിസ്മസ് ഫെസ്റ്റായി ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിൽ കയറി പറ്റുകയുണ്ടായി. തുടർന്നിങ്ങോട്ടുള്ള 12 വർഷ കാലയളവിൽ ഒരു വട്ടം പോലും ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ തൃശ്ശൂർക്കാർക്ക് സ്വന്തമായിട്ട് നമുക്ക് ഏറ്റവും അഹങ്കാരത്തോടു കൂടി പറയാൻ സാധിക്കാറുള്ളൂ.
ഓരോ വർഷം കഴിയുന്തോറും ഓരോ പുതുമകൾ നമ്മൾ അതിന് തേടി പോകാറുള്ള യാത്രയ്ക്ക് കൂടി നമുക്ക് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ ഉത്തരം കിട്ടാറുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു വർഷത്തെ പരീക്ഷാകാലം കൊണ്ടുകൂടിയാണ് അത് അടുത്ത ടാബ്ലോ ശിഷ്യന്മാരെ മീൻ പിടിക്കാൻ പോണ ഭാഗമാണ്. ഏറ്റവും ആവേശവും ആരവം നടിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടി അവർ ഡാൻസിയാണ് പറയുന്നത്. വീണ്ടും സാന്തകളുടെ സ്റ്റെപ്പ് ഡാൻസ് ടൈമാണിപ്പോൾ. ഒന്നതാലെ പാട്ടിനൊപ്പം ചുവട് വയ്ക്കുന്ന സാന്താക്ലോസുകൾ. ഒരു കരടി അങ്ങോട്ടുണ്ടായിട്ടുണ്ട് ഉള്ളിൽ. കരടിയുടെ മുഖംമൂടി വെച്ച ഒരു ഉയരത്തിലൊരാൾ കിടന്ന് കളിക്കുന്നുണ്ട്. നമ്മൾ കണ്ട കാഴ്ചകളേക്കാൾ ഏറെ കാണാൻ പോകുന്ന പൂരം ഉള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ഏറെ പാപ്പന്മാർ ഇനിയും ഒരു മിക്കി മൗസ് ഉണ്ട് കരടിയുടെ അപ്പുറത്ത് തന്നെ. നമുക്ക് മണിക്കൂറോളം കാത്തിരുന്നാൽ പോലും ഒരു പക്ഷേ മണിക്കൂർ രണ്ടുപേരും ആൾക്കാരെ വിഷ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് മുന്നോട്ട് പോകണം. കെട്ടിപ്പിടിച്ച് മിക്കി മൗസും കരടി. യേശുക്രിസ്തുവും ശിഷ്യന്മാരും പായവഞ്ചിയിൽ സഞ്ചരിക്കുന്ന ആവിഷ്കാരമാണ് ജില്ലാശുപത്രിക്ക് സമീപം സ്വരാജ് റൗണ്ടിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ഫ്ലോട്ടും ഡാൻസിംഗ് പാപ്പമാരും തമ്മിലുള്ള അകലം സാന്തകളിങ്ങനെ നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കട്ടാ. ഇപ്പോഴും പകുതി പ്രൊസഷൻ്റെ പകുതി ഭാഗമായിട്ടുള്ളതെന്നാണ് പറയണത്. നമ്മുടെ ഇവിടുത്തെ മൈക്കിൽ മുന്നറിയിപ്പ് മുഴങ്ങുന്നുണ്ട്. അതിൽ ഇനിയും പകുതിയോളം ആൾക്കാർ റൗണ്ടിലേക്ക് കയറാനുണ്ടെന്നാണ് അറിയിക്കുന്നത്. ഓരോ വർഷവും സ്വരാജ് റൗണ്ടിൽ ഇവർ ഒരുമിക്കുമ്പോൾ ഒരുപക്ഷെ ഒരുമിച്ച് ഇത്രത്തോളം 10,000-ലധികം വരുന്ന പാപ്പങ്ങൾ നൃത്തം ചെയ്യുമ്പോൾ ഒരു ഐക്യത്തോട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് താളബോധത്തോട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഇവർ ഒരിക്കൽ പോലും ഒരുമിച്ച് നൃത്തം അഭ്യസിക്കുകയോ അല്ലെങ്കിൽ പല ഭാഗങ്ങളിൽ നിന്നായി പല സമയങ്ങളിൽ നിന്നായി ഇവർ അഭ്യസിച്ച നൃത്തം ഓരോ ദിവസം ഒരേ സമയത്തോടെയാണ് നമുക്ക് മുമ്പിൽ ഇവർ കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് മുമ്പിൽ കാഴ്ചയുടെ വിസ്മയങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മണിക്കൂറുകൾ പിന്നിടുന്ന ഒരു ഘോഷയാത്രയ്ക്ക് ഒരുപക്ഷെ ക്രിസ്മസിന്റെ എല്ലാത്തരം ആവേശവും ആരവം ക്രിസ്മസ് കഴിഞ്ഞ 2ാം നാൾ ന്യൂ ഇയറിന്റെ പുതുവർഷത്തെ വരവേൽക്കാൻ വളരെ കുറച്ച് മണിക്കൂറുകൾ പക്ഷേ 2-3 നാളുകൾ നിശ്ചയിച്ചിട്ടുള്ള മികവുറ്റ പാപ്പമാർ നമുക്കൊപ്പം നൃത്തം ചെയ്യുമ്പോൾ അത് മുസ്ലിങ്ങളുടെ ഏറ്റവും പകരം വയ്ക്കാനാവാത്ത പകുതിയോളം പ്രൊസഷൻ കഴിഞ്ഞ് പോയിരിക്കുന്നു. ഇനി പകുതി അടുത്ത എപ്പിസോഡ്. ഇത് തന്നെ ഇപ്പോൾ 20 മിനിറ്റിനടുത്തായി. അല്ലെങ്കിൽ വലിയൊരു എപ്പിസോഡാവും. ഇതാണ് നമ്മുടെ ബോൺനദാല എപ്പിസോഡ്. താല്പര്യമായവർ ലൈക്ക് ചെയ്തോളോ, സബ്സ്ക്രൈബ് ചെയ്തോളോ, ഷെയർ ചെയ്തോളോ, എല്ലാം ചെയ്തോളൂ. നല്ല അടിപൊളി സാന്താക്ലോസ് വരുന്നുണ്ട്. വീണ്ടും അടുത്ത ഇടവക്കാരുടെ ക്രിസ്മസ് ആഘോഷം 25 കഴിഞ്ഞാൽ എന്താണ് ക്രിസ്മസ്, അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷം 25 വരെയാണോ? എല്ലാ ആളുകളുടെ ആവേശത്തെയൊക്കെ മാനിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ഏറ്റവും അടുത്ത് നിൽക്കാതെ തന്നെ തീമീകലത്തിന്റെ ടാബ്ലോ കേട്ടോ. തീമീകലത്തിന്റെ വായിലകപ്പെട്ട യോനാസ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ.
താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്.